എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ശുപാർശകൾക്കായുള്ള കാത്തിരിപ്പിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ. ഏഴാം ശമ്പള കമ്മീഷന് പരിഗണിച്ച ഫിറ്റ്മെന്റ് ഘടകം തന്നെ ഇത്തവണയും പരിഗണിക്കുകയാണെങ്കിൽ ശമ്പളം എത്രയായി വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ജീവനക്കാർ ഇപ്പോൾ. എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ശുപാർശകൾക്കായി കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ. ശമ്പള പരിഷ്കരണത്തിന് പരിഗണിക്കുന്ന ഫിറ്റ്മെന്റ് ഘടകത്തെക്കുറിച്ച് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷയും. നിലവിലെ ശമ്പളത്തോട് ഫിറ്റ്മെന്റ് ഘടകം ഗുണിച്ചാണ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത്. ഏഴാം ശമ്പള കമ്മീഷന് പരിഗണിച്ച ഫിറ്റ്മെന്റ് ഘടകം തന്നെ ഇത്തവണയും പരിഗണിക്കുകയാണെങ്കിൽ ശമ്പളം എത്രയായിരിക്കും വർദ്ധിക്കുക എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് ജീവനക്കാർ ഇപ്പോഴുള്ളത്. ഏഴാം CPC 2.57 എന്ന ഫിറ്റ്മെന്റ് ഘടകം ശുപാർശ ചെയ്തിരുന്നു. ഇത് ഏറ്റവും കുറഞ്ഞ ശമ്പളം 7,000 രൂപയിൽ നിന്ന് 18,000 രൂപയായി ഉയർത്തുകയും ചെയ്തിരുന്നു. ഇത് മിനിമം ശമ്പളത്തിൽ ഏകദേശം 157% വർധനവാണെങ്കിലും യഥാർത്ഥ ശമ്പള വർധനവ് ഏകദേശം 14% മാത്രമായിരുന്നു. ഫിറ്റ്മെന്റ് ഘടകത്തിന് 2 ഘടകങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണിത്. DA അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിച്ചാൽ 2.25 എന്ന പണപ്പെരുപ്പ ഘടകം 0.32 എന്ന യഥാർത്ഥ ശമ്പള വർധനവ് ഘടകമാവും. 2016 ജനുവരി 1 നിലവിലുള്ള DA ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കുന്നത് എന്താണ് വേണ്ടതെന്ന് ഏഴാം CPC ആദ്യം കണക്കാക്കിയിരുന്നു. ഇത് പണപ്പെരുപ്പ ഘടകമായി മാറി. അതിനു മുകളിൽ കമ്മീഷൻ യഥാർത്ഥ ശമ്പള വർധനവ് ഘടകം എന്ന് വിളിക്കാവുന്ന ഒന്ന് ചേർത്തു. ആറാം CPC പ്രകാരമുള്ള DA ഈ തീയതിയിൽ ആ നിലയിലെത്തിയതിനാൽ 2016 ജനുവരി 1 കണക്കനുസരിച്ച് ഏഴാം CPC 125% DA ആയി കണക്കാക്കി. നിലവിലുള്ള DA അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചു. 2016 ജനുവരി 1 നിലവിലെ ജീവിത ചെലവ് പുതിയ അടിസ്ഥാന ശമ്പളത്തിൽ പ്രതിഫലിപ്പിക്കുന്നതായാണ് ഇത് ചെയ്തത്. പഴയ അടിസ്ഥാന ശമ്പളം 100%വും ലയിപ്പിക്കേണ്ട DA 125%വും കൂട്ടി 2.25 എന്ന പണപ്പെരുപ്പ ഘടകത്തിൽ 2.57 എന്ന ഫിറ്റ്മെന്റ് ഘടകം നിർണ്ണയിക്കാൻ ഏഴാമത് CPC 14.22% എന്ന യഥാർത്ഥ വർധനവ് ചേർത്തിരുന്നു. ഇത്തവണത്തെ കണക്കുകൂട്ടൽ എങ്ങനെയാകുമെന്നാണ് ജീവനക്കാർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.